ഇന്നത്തോടെ ഒരു തീരുമാനമാക്കണം. എത്ര കാലം ഞാൻ ഇയാളെ സഹിക്കുന്നു, എനിക്ക് ജീവിച്ച് മടുത്തു. ഇന്ന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ ഒന്നിനും കാണുന്നില്ലല്ലോ, എല്ലാം എവിടെയും പോയമോ? എന്നാണേ എന്നാ പ്രശ്നം? അളിയനോടുത്തു അമ്മപ്പാ പോയി നോക്ക്. അളിയാ അളിയാ എന്നാ അളിയാ പ്രശ്നം? എൻ്റെ അളിയ ഒന്നും പറയണ്ട. എന്തെന്നൊന്നും പറയണ്ടാന്ന്? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ സോരിക്കടാ, ഒരു മനസ്സമാധാനം തരുന്നില്ല. ഓ അപ്പൊ ഇപ്പൊ എന്റെ പേരിലാ കുറ്റം അല്ലേ? ഇന്നലെ രാത്രി കുറച്ച് അയില വാങ്ങിട്ട് പൊരിച്ചിന്, അതിന്റെ തലേന്റെ ഭാഗം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. അപ്പൊ അത് പ്രശ്നമല്ലേ അളിയ? നമ്മൾ എന്തിനാ അളിയ പണിയെടുക്കുന്നത്? പറ. പണിയെടുക്കുന്ന നമ്മൾ ഇത് നല്ല ഭക്ഷണം കഴിക്കാനല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വരുമ്പോ ഒരു പൊരിച്ച മീനിന്റെ തലേന്റെ ഭാഗം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്ന അളിയ? എന്തെന്ന്? ഇന്നലെ മാത്രല്ല അങ്ങനെ പറ്റൂ. കഷ്ടകാലത്തിന് ആ സീരിയൽ കാണുമ്പോൾ ഞാൻ എടുത്ത് തിന്നും പോയി. അതേടെ നീ തിന്നും, എനക്കറിയാം നീ തിന്നും. അങ്ങനെ തിന്നാണ്ടിക്കണക്കല്ല, മനസ്സിൽ സ്നേഹം വേണം, അത് ഉള്ളിന്ന് വരണം. അങ്ങനെ നിനക്ക് ടി വി മതിയല്ല, 24 മണിക്കൂർ ഫോണും ടി വി മതിയല്ല. ഓ സ്നേഹമില്ലാത്തോണ്ടെന്നല്ല, പണിയും കൂലിയില്ലാത്ത നിങ്ങളപ്പുറം ഞാൻ ഇറങ്ങി വന്നിന്. അളിയാ എന്തെന്നാണേ 4 നേരം അല്ലാണ്ട് 6 നേരം ഇയാൾക്ക് ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കലുണ്ട്, എന്നിട്ടാണ് ഇയാൾ ഈ വർത്താനം പറയുന്നത്. നിന്റെ വെച്ചുണ്ടാക്കുന്ന കാര്യമൊന്നും പറയണ്ട അളിയാ. ഇവള് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കും, അതിൻ്റെ അകത്ത് ലേശം എടുത്ത് മാറ്റിയേക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ ഇവള് തക്കാളി ഉള്ളിയും പച്ചമുളകും മുറിച്ചിടും, എന്നിട്ട് പറങ്കിപ്പൊടിയും കലക്കിട്ട് ഓള തക്കാളിക്കറിയായി. ഓ അത് മിനിഞ്ഞാന്ന് ആ തക്കാളി കറിയിൽ കുറച്ച് ചാറ് കുറഞ്ഞു വരും, ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു, അതെല്ലായിടത്തും ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലായിടത്തും ചെയ്ത് ആയിക്കോട്ടെ, നീ അങ്ങനെ ചെയ്യണ്ട. നിന്റെ ചൂടുവെള്ളം കോരി വെച്ച കറിയൊന്നല്ല ഞാൻ പണിയെടുക്കുന്നത്. ഞാൻ എന്തിനാ ഇതെല്ലാം കേൾക്കുന്നത്? എന്നാൽ നിങ്ങൾ തന്നെ അങ്ങ് കൊല്ല്. അളിയാ ഇവിടെ മനസ്സിലിപ്പോണ്ട, ഇവിടെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാലാ. മോളെ എൻ്റെ അളിയ ഇങ്ങനത്തെ നിസ്സാര കാര്യത്തിനാണ് നിങ്ങളിങ്ങനെ അടിയിടുന്നത്. അളിയ വന്നേ, ഇന്നലെ പിടിച്ച് നല്ല ഞണ്ടുണ്ട്, നല്ല കുരുമുളക് ഇഞ്ചിക്കിട്ട് നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പല്ലുകുത്തി നിന്നാ മതിയാ, വീട്ടിൽ പോണ്ടേ? പിള്ളേർ വരുമ്പോഴേക്ക് പോണം, വേർന്ന്. അളിയാ എന്നാ പിന്നെ നമ്മളിറങ്ങാം. ഓക്കെ അളിയ. അല്ലമ്മേ, ഇങ്ങോട്ട് വരുമ്പം ബാഗിന് ഇത്ര കനമുണ്ടായിട്ടില്ലല്ലോ. അതിന് ഓളെന്തിനാ ഇപ്പം ബാഗ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? വീടിലെ സാധനം എല്ലാം പൊറുക്കിക്കൊണ്ട് പോകാനല്ലേ. ഇന്നലെ വാങ്ങി പേസ്റ്റ് വരെ എടുത്തോണ്ട് പോയി. തേങ്ങ കിട്ടിയിട്ടു കേട്ടാ, വാഴ കൊലച്ചിട്ടുണ്ട്. ചക്കയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം.